നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ശക്തമായിട്ടുള്ള മൈഗ്രെയിൻ തലവേദന അല്ലെങ്കിൽ ഏത് തലവേദന വരുന്ന സമയത്തും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടൊരു റിലീഫ് കിട്ടാനാണ് പലരും നമുക്ക് ആ ഒരു സമയത്ത് കൂടുതലും ആഗ്രഹം അല്ലെ താല്പര്യം ഉണ്ടാവുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ അതൊന്ന് കുറയണം എന്നുള്ള രീതിയിലാണ്. ഇപ്പം മൈഗ്രെയിൻ്റെ ഒക്കെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും മെഡിസിൻസ് എടുത്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്നില്ല എന്നുള്ള സ്റ്റേജിലോട്ട് പോകുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ ശരിക്കും നമുക്ക് അപ്ലൈ ചെയ്താൽ ആ ഒരു തലവേദനയുടെ കാഠിന്യമോ അല്ലെങ്കിൽ തീവ്രതയോ കുറയണം എന്ന് നിർബന്ധമില്ല. കാരണം മൈഗ്രെയിൻ്റെ പ്രശ്നം കൂടുതലായിട്ടും കിടക്കുന്നത് നമ്മുടെ ഗട്ടിനകത്താണ്, വയറിനകത്താണ്, അല്ലെങ്കിൽ നമ്മുടെ കുടലിനകത്താണ്. ഈ ഒരു പ്രശ്നം ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു തലവേദന വരുന്നത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് ചിലപ്പോൾ നിങ്ങൾ തലവേദന വരുന്ന സമയത്തൊക്കെ രാസനാദിപ്പൊടിയൊക്കെ അപ്ലൈ ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അത് മൈഗ്രെയിൻ്റെ കേസിൽ നമുക്ക് അത്രത്തോളം അത് വർക്കൗട്ട് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു റിഫ്ലക്ഷനാണ്, നമ്മുടെ ഈ ഒരു തലച്ചോറ് അല്ലെ ബ്രെയിനിൻ്റെ ഭാഗത്തോട്ടുള്ള റിഫ്ലക്ഷനായിട്ടാണ്. അതിപ്പോൾ നിങ്ങളൊരു നേരത്തെ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദന കുറച്ച് കഴിയുമ്പോൾ പതിയെ പതിയെ പൊന്തി വരുന്നത് കാണാൻ സാധിക്കും. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വയറ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടുന്നില്ല, ഫുഡ് എത്തണില്ലെങ്കിൽ നമുക്ക് വയറിനൊരു അസ്വസ്ഥതയാണ്, അവിടെ ആസിഡ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആസിഡ് നമുക്ക് ഫുഡ് വേണം, ഫുഡ് എത്തിയിട്ടില്ലെങ്കിൽ ദഹനം ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഈ ഒരു ആസിഡ് എന്തായിരിക്കും അവിടെ കിടക്കും. അപ്പം ഇത് നമുക്ക് വല്ലാതെ ഇങ്ങനെ പുളിച്ച് തേട്ടി വരികയും ഇത് നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കും. നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എരിച്ചിൽ, വയറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എരിച്ചിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു 1-2 ദിവസം നിങ്ങളിത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യില്ല. പക്ഷേ അതുപോലെയല്ല, നമ്മളിത് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഹാബിറ്റാണുള്ളത്, ഫുഡ് അങ്ങനെ കഴിക്കാറില്ല, അല്ലെങ്കിൽ രാവിലത്തതും ഉച്ചക്കത്തതും കഴിക്കാറില്ല, പിന്നെ രാത്രി മാത്രമാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നത്, അങ്ങനത്തെ ഹാബിറ്റാണ് നിങ്ങൾ കീപ്പ് ചെയ്ത് പോകുന്നതെങ്കിൽ ഈ തലവേദന നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. അതുപോലെ തന്നെ വയറിൻ്റെ അസ്വസ്ഥതയാണെങ്കിലും ഇങ്ങനെ കൂടി നിൽക്കാം. ഇത് നമുക്ക് ശക്തമായിട്ടുള്ള രീതിയിലുള്ള മൈഗ്രെയിൻ ഹെഡേക്കിന് കാരണമാവും. അപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത് തുടക്കത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ ഒരു ഇതായിട്ട് നമുക്ക് തോന്നില്ല, ഒരു ചെറിയൊരു ഗ്യാസ്ട്രിക് ഹെഡേക്ക് രൂപത്തിൽ അങ്ങ് വന്നു പോകും. പക്ഷേ അത് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാലോ കിടന്നുറങ്ങിയാലോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ക്യൂർ കിട്ടണം എന്നില്ല. പക്ഷേ നമുക്കൊരു ഈ ഒരു ഭാഗത്തൊക്കെ ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ചൂടോ ചുട്ടുപൊള്ളൽ പോലെയൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് നമുക്ക് ആ ഒരു തീവ്രതയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രാസനാദിപ്പൊടി നമുക്ക് അപ്ലൈ ചെയ്യാം. രാസനാദിപ്പൊടി എങ്ങനെ അപ്ലൈ ചെയ്യണം? ജസ്റ്റ് ഒരു ചെറുനാരങ്ങ നീരെടുക്കുക, അതിനകത്ത് രാസനാദിപ്പൊടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ളത് നമുക്ക് സൈനസൈറ്റിക് ഹെഡേക്കുകളിലാണ്. ഇപ്പോൾ സൈനസ് നമുക്കറിയാം, നമ്മുടെ പുരികത്തിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ഈ മൂക്കിൻ്റെ 2 സൈഡിലായിട്ടൊക്കെ സൈനസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് സൈനസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ രാസനാദിപ്പൊടിയിൽ ചെറുനാരങ്ങ നീര് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലൊരു ആശ്വാസമുണ്ട്. ആ കഫം അവിടെ നിന്നൊരു നമുക്കൊരു കുറച്ച് റിലീഫ് കിട്ടും. കഫം കെട്ടിക്കിടക്കുകയാണ് ശരിക്കും ഇവിടെയൊക്കെ ചെയ്യുന്നത്. അപ്പം അതിൽ നമുക്ക് കുറച്ച് റിലീഫ് കിട്ടുകയും ഈ കഫ നമുക്ക് ശരിക്കും മൂക്കിലൂടെ അല്ലെങ്കിൽ വായയിലൂടെ ആ ഒരു ടെൻഡൻസി പുറത്തോട്ട് വരാനുള്ളൊരു ടെൻഡൻസി കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു പറഞ്ഞ കാര്യം നമുക്ക് ഇത്തരം ഹെഡേക്ക്, ഇപ്പോൾ ഈ ഒരു സൈനസൈറ്റിക് ഹെഡേക്ക് അല്ലെങ്കിൽ ഇപ്പം മൂക്കടഞ്ഞിട്ട് നാസൽ കഞ്ചഷൻ വരുന്ന ആളുകളുണ്ട്. അപ്പം അത്തരം മൂക്കടപ്പ്, നാസൽ കഞ്ചഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു കാര്യം ചെയ്തു നോക്കാവുന്നതാണ്. അത് അവരിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് മാറുന്നതാണ്. അപ്പം സൈനസൈറ്റിസ് ഉള്ള ആളുകളാണെങ്കിലും മൈഗ്രെയിൻ ഉള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ പറയുന്നത് മൈഗ്രെയിൻ ഉള്ള ആളുകളിൽ അത്രത്തോളം അത് എഫക്റ്റീവായിട്ട് നിൽക്കണം എന്നില്ല. എന്നാൽ സൈനസൈറ്റിക് ഹെഡേക്ക് അല്ലെങ്കിൽ മൂക്കടപ്പ്, നമ്മൾ നീരിറങ്ങിയിട്ട് നമുക്ക് മൂക്കടപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. അപ്പം അത്തരം ആളുകളിൽ ഇത് കുറച്ചും കൂടി ഒരു എഫക്റ്റീവായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാം, നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് പേരക്കേൻ്റെ ഇല. നമ്മൾ പേരക്കേൻ്റെ ഇല ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചതയ്ക്കുക. ഈ ചതച്ചിട്ട് ഈ പറഞ്ഞപ്പോൾ തന്നെ സൈനസൈറ്റിസ് വരുന്ന ഭാഗങ്ങൾ പുരികത്തിൻ്റെ ജസ്റ്റ് മുകളിലായിട്ടോ അല്ലെങ്കിൽ ഈ മൂക്കിൻ്റെ സൈഡിലായിട്ടൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതും ഈ പറഞ്ഞ പോലെ ആ ഒരു തീവ്രത കാഠിന്യമൊക്കെ നമുക്ക് കുറയ്ക്കുന്നതാണ്. പക്ഷേ നമ്മൾ എന്താണെങ്കിലും ഉള്ളിലോട്ടുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ മൈഗ്രെയിൻ ആണെങ്കിൽ ഗട്ട് ഹെൽത്ത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സൈനസൈറ്റിസ് ആണെങ്കിൽ ഈ സൈനസ് ഇൻഫെക്ഷനും കാര്യങ്ങളും നമ്മൾ കുറച്ചെടുക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സൈനസ് ഇൻഫെക്ഷനൊക്കെ വരുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഇടയ്ക്ക് നസ്യം ചെയ്യുക, നന്നായിട്ട് അവരുടെ 2 നോസ്ട്രിലും നസ്യ ട്രീറ്റ്മെൻറ്റ് ഒന്ന് ഫോളോ ചെയ്യാം. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് ആണ്. അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാ ദിവസവും അത് ഈ നോസ് ബ്ലോക്ക് കാര്യങ്ങൾ, ദശയുടെ ഗ്രോത്ത് ഓൾറെഡി വന്ന ഗ്രോത്ത് ഇനി കൂടാതിരിക്കാനൊക്കെ
ഈ ഒരു നസ്റ്റിൻ ട്രീറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം അതെന്ത് ചെയ്യുക, നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഡെയിലി ബേസിലൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തലവേദന എന്ന് പറയുന്നത് പല രൂപത്തിൽ ഗ്യാസ്ട്രിക് ഹെഡേക്ക് ആയിട്ട് വരാം, ടെൻഷൻ ഹെഡേക്ക് ആയിട്ട് വരാം. പലർക്കും ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ നെറ്റിയുടെ ഭാഗത്ത്, തലയുടെ ബാക്ക് സൈഡിലായിട്ട് അത്തരം പ്രശ്നങ്ങളായിട്ട് വരാം. ഗ്യാസ്ട്രിക് ഹെഡേക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹെവിനെസ് ആണ് തലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷനായിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ ഫുഡെല്ലാം കഴിച്ച് നിങ്ങളൊന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഹെവിനെസ് കാര്യങ്ങളൊക്കെ കുറയുന്നതാണ്. ഈ ഇങ്ങനെയൊക്കെ തന്നെ എന്ത് വരാം, തലവേദന വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ കുറച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ ചെറിയ കുട്ടികളിൽ വരെ കാണുന്നുണ്ട്. കാരണം അവർ പോലും ഇന്ന് പ്രോപ്പർ കൃത്യസമയത്ത് ഫുഡ് കഴിക്കണില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് പ്രോട്ടീൻസ്, ഫാറ്റ്, നല്ല കൊഴുപ്പുകൾ വേണം. കുഞ്ഞുങ്ങളിലാണെങ്കിലും നല്ല കൊഴുപ്പുകൾ വേണം, പ്രോട്ടീൻ വേണം. അവരിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കും. അപ്പോൾ മൈഗ്രെയിൻ ഉള്ള ആളുകളിലും കാർബ്സ് ഒഴിവാക്കണം എന്നൊന്നും എവിടെയും പറയുന്നില്ല. നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഒക്കെ നമ്മുടെ ആരോഗ്യസ്ഥിതിയെല്ലാം നോക്കിയിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ എച്ച് പൈലോറി ബാക്ടീരിയ പ്രസൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മൈഗ്രെയിൻ വന്നതെങ്കിൽ നമ്മൾ അതിന് കുറച്ചും കൂടി ഒരു പ്രോപ്പർ സൈഡ് നോക്കണം. എച്ച് പൈലോറിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അത് നെഗ്ലക്റ്റ് ചെയ്ത് വിടാൻ പാടില്ല. അതാണ് സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന ആളുകൾ എച്ച് പൈലോറി ടെസ്റ്റ് ഒന്ന് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനും പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് തലവേദനേൻ്റെ ഒരു കാര്യം കിടക്കുന്നത്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പ് ഇതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ഇൻറ്റേർണലി മെഡിസിൻസ് കഴിക്കുകയോ അല്ലെങ്കിൽ ഇൻറ്റേർണലി നമ്മുടെ ബോഡി കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ വേണം. അതാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുണ്ട്, കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.